ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡാണ്, ആരും മിസ്സാക്കല്. നമ്മളെല്ലാം കാത്തിരുന്ന ആ ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിഷ് അങ്ങനെ ചങ്കുറ്റത്തോടു കൂടി തെളിവ് സഹിതം ആ ഞെട്ടിക്കുന്ന സത്യം വരുണിനോട് പറയുകയാണ്. അതായത് കൺമണി തൻ്റെ ഭാര്യയാണെന്നുള്ള ആ ഒരു സത്യം ഇതേക്കുന്ന വരുണാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നുമുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലെ സീനാണിത്. അങ്ങനെ കൺമണി വരുണാണ് വിളിച്ചതെന്ന് അറിയുമ്പോൾ ആദ്യം ഞെട്ടുന്നുണ്ടെങ്കിൽ പിന്നീട് തീരുമാനിക്കുന്നുണ്ട് വരുണിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാമെന്ന്. അതുകൊണ്ട് തന്നെ വരുണിനോട് ചോദിക്കുന്നുണ്ട് വരുൺ ഫ്രീ ആണോ എന്ന്. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട് എന്താ കൺമണി എന്ന്. ആ സമയത്ത് കൺമണി പറയുന്നുണ്ട് അല്ല വരുൺ ഫ്രീ ആണെങ്കിൽ എനിക്ക് വരുണിനെ ഒന്ന് കാണണമായിരുന്നു. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട് കൺമണിക്ക് കാണണമെങ്കിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആവും എന്ന് പറയുന്നുണ്ട്. തുടർന്ന് കൺമണി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് ഞാൻ വരേണ്ടതെന്ന്. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട് ആ പാർക്കിൻ്റെ സൈഡിലേക്ക് വന്നാൽ മതിയെന്ന്. പിന്നീട് കോളങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് വരുണിൻ്റെ സൈക്കോ മോഡ് അങ്ങ് ആക്ടിവേറ്റ് ആവുകയാണ്. അങ്ങനെ വരുൺ അവിടെ നിന്നിങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട് 2 ദിവസം കൂടെ ഒന്ന് കഴിയട്ടെടി, നിന്നെ ഞാൻ കല്യാണം കഴിച്ച് നിന്നെ ഇവിടെ ഇട്ട് വട്ടം കറക്കും, ചക്രശ്വാസം വലിപ്പിക്കും ഞാൻ എന്നൊക്കെ ഇങ്ങനെ വരുൺ അവിടെ നിന്ന് പറയുന്നുണ്ട് മനസ്സിൽ. തുടർന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി തലയ്ക്ക് കൈയും കൊടുത്ത് ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യുമെന്നൊരു എത്തും പിടി കിട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയും നേരം കൺമണിയെ വെള്ളം ഇറക്കിയെന്ന് കൃഷിന് കാര്യം മനസ്സിലാവുകയാണ്. ആ കോളിന് ശേഷമാണ് കൺമണി അപ്സെറ്റ് ആയതെന്നൊക്കെ കൃഷിന് മനസ്സിലാവുകയാണ്. അങ്ങനെ കൃഷി ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ചതിന് ശേഷം കൺമണിയുടെ ക്യാബിനിലേക്ക് എണീച്ച് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കൺമണിയുടെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കൺമണി, എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൺമണിയാണെങ്കിൽ എണീച്ചിട്ട് പറയുന്നുണ്ട് സാറിനോട് പറയാത്തൊരു കാര്യമുണ്ട്, അതായത് 2 ദിവസം കഴിഞ്ഞ് എൻ്റെ വരുണിൻ്റെ കല്യാണമാണ് സാർ എന്ന് പറയുന്നുണ്ട്. ഇതേക്കുന്ന കൃഷ്ണ ഞെട്ടലായിരിക്കും. അങ്ങനെ കൃഷി ചോദിക്കുന്നുണ്ട് എന്താ നീ പറഞ്ഞത്, നിൻ്റെ വരുണിൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ കുറിച്ചൊന്നോ. ആ സമയത്ത് കൺമണി പറയുന്നുണ്ട് അതെ സാർ, ഈ സന്തോഷങ്ങൾക്കിടയിൽ എനിക്കത് പറയാൻ പറ്റിയില്ല. ഈ സമയത്ത് കൃഷി ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്നാണ് ഡേറ്റ് കുറിച്ചത്. അത് സാർ ഈ വരുന്ന തിങ്കളാഴ്ച എൻ്റെ വരുണിൻ്റെ കല്യാണമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് കൺമണി പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ കാര്യം ഇന്ന് തന്നെ വരുണിനെ അറിയിക്കണം, അതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട് നമ്മളുടെ 2 പേരുടെയും കാര്യമല്ലേ, അപ്പോൾ നീ മാത്രമായിട്ട് അങ്ങനെ പോകണ്ട, ഞാനും നിൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് കൃഷി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ഈ സമയത്ത് കൺമണി ഇനി അവിടെ ഉണ്ടാകുന്ന സീനിനെ കുറിച്ചൊക്കെ എങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്ന മറ്റൊരു സീനാണ്. അങ്ങനെ കൺമണി വരുണിനെ കാണാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. കൺമണിയെ കണ്ട വരുണാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് കൺമണി ഈ 1000 വർഷങ്ങൾക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു പ്രതിഭാസം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് കൺമണി എന്നെ കാണാൻ വന്ന ആ ഒരു സംഭവത്തെ ഞാൻ വിശേഷിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ കൺമണി എന്നെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം എനിക്ക് സന്തോഷം വേറെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ തള്ളി മറിക്കുകയാണ് നമ്മുടെ വരുൺ. അങ്ങനെ വരുണിൻ്റെ തള്ളെല്ലാം കേട്ട് സുഖിച്ച് നിൽക്കുന്ന കൺമണി തിരിച്ച് വരുണിന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെ വരുണിൻ്റെ അടുത്ത് കൺമണി പറയുന്നുണ്ട് വരുൺ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ വിവാഹം നടക്കില്ല എന്ന്. ആ സമയത്ത് വരുണാണെങ്കിൽ ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ നിൽക്കുവാണ്. പിന്നീട് വരുൺ റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വരുൺ പറയുന്നുണ്ട് എന്താ പറഞ്ഞ് ഞാൻ കേട്ടില്ല. ആ സമയത്ത് കൺമണി പറയുന്നുണ്ട് തിങ്കളാഴ്ച നമ്മുടെ വിവാഹം നടക്കില്ല, അതായത് എൻ്റെ ഏട്ടനും ഏട്ടത്തെയും കുറിച്ച് ആ ദിവസം നമ്മുടെ വിവാഹം നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതേക്കുന്ന വരുണാണെങ്കിൽ ഇങ്ങനെ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്തായിരിക്കും നമ്മുടെ കൃഷിൻ്റെ ആ മാസ് എൻട്രി. തുടർന്ന് കൃഷി പറയുന്നുണ്ട് നിനക്ക് മനസ്സിലായില്ലേ കൺമണി പറഞ്ഞത്, അതായത് നിങ്ങളുടെ വിവാഹം നടക്കില്ല എന്ന് ഇങ്ങനെ കൃഷി പറയുന്നുണ്ട്. ഈ സമയത്ത് വരുണാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ഇവിടെ. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട് അതെ ഞാൻ ഇവിടെ എന്താണെന്നോ, നീ എൻ്റെ കൺമണിയെടുത്ത് ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ പുറത്തു. അതെന്താണെന്നറിയോ, കൺമണി എൻ്റെ ഭാര്യയായുണ്ട്, അതായത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കല്ലേ, അതുകൊണ്ട് നീ എൻ്റെ ഭാര്യയെ മോഹിക്കല്ലേ, എങ്കിലും നീ അവളുടെ പുറകെ നടന്നതെല്ലാം ഞാൻ ക്ഷമിച്ചു. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാം, കൈ കൊടുക്ക്, നമുക്കിനി ഫ്രണ്ട്സ് ആവാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വരുൺ ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ആവാനോ, അത് നിൻ്റെ കൂടെ. അല്ല നീ എന്താ ഇപ്പോൾ പറഞ്ഞത്, നിൻ്റെ കൺമണിയുടെ വിവാഹം കഴിച്ചെന്നോ. അത് ഞാൻ വിശ്വസിക്കണം അല്ലേ, ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞെങ്കിൽ എവിടെ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, അതൊന്ന് ഞാൻ കാണട്ടെ. ഇത് കേൾക്കുന്ന കൃഷി പറയുന്നുണ്ട് നിനക്ക് പേപ്പറിലാണല്ലേ വിശ്വാസം, പേപ്പറിൻ്റെ കൂടുതൽ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കാണിക്കട്ടെ. അതായത് ഞാൻ കെട്ടിയ താലി എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിലുണ്ട്, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. അങ്ങനെ എല്ലാവരും കാത്തുനിന്ന ആ സീൻ വന്നെത്തിയിരിക്കുന്നു. കൃഷ ഞെട്ടിക്കുന്ന ആയുധം എടുത്ത് അങ്ങ് വരുണിനെതിരെ പ്രയോഗിക്കുകയാണ്. കൺമണിയുടെ താലി കണ്ട വരുൺ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുമായിരിക്കും. ഈ സമയത്ത് കൃഷിന്റെ ഡെവിൾ മോഡ് അങ്ങ് ആക്ടിവേറ്റ് ആവുകയാണ്. അങ്ങനെ കൃഷി പറയുന്നുണ്ട് കണ്ടില്ലേ, ഇതെന്റെ ഭാര്യയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയാ, ഇവളെന്റെ ഭാര്യ, ഇനിയെങ്ങാനും നീ എൻ്റെ ഭാര്യയെ മോഹിക്കുകയോ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിക്കാനോ നീ ശ്രമിച്ച വരുണെ ഞാൻ നിന്നെ പച്ചയ്ക്ക് കത്തിച്ചു കളയും എന്നിങ്ങനെ ഭീഷണിപ്പെടുത്തുവാണ് വരുണിനെ കൃഷി.
കൃഷിന്റെ ഭീഷണി കേട്ട് വരുണ്ണാണെങ്കിൽ ഒന്നും മിണ്ടാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുമായിരിക്കും. പിന്നീട് കൃഷി പറയുന്നുണ്ട്, എൻ്റെ പെണ്ണാണ് കൺമണി, അവളുടെ പിന്നാലെ വല്ലതും നീ ഇനി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീ അറിയും കൃഷി ആരാന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ലോകത്ത് പണം കൊണ്ട് എല്ലാം കീഴടക്കാൻ പറ്റും എന്ന് നീ വിചാരിക്കണ്ട. പണം കൊണ്ട് കീഴടക്കാൻ പറ്റാത്ത പലതും ഉണ്ട് ഈ ലോകത്ത്. എൻ്റെ കൺമണിയും കൺമണിയുടെ വീട്ടുകാരെയും പറ്റിച്ച് നീ ആ വീട് സ്വന്തമാക്കി. അതുപോലെ തന്നെ നീ 10 ലക്ഷം രൂപയും 101 പവനും കൊടുത്തെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എത്ര രൂപയാണോ ഇവക്ക് വേണ്ടി മുടക്കിയത് നീ പറഞ്ഞിരുന്നാൽ മതി, ഞാൻ അതിൻ്റെ പലിശ ഉൾപ്പെടെ നിനക്ക് തിരിച്ചു തന്നോളാം. പിന്നെ നീ എത്ര കോടി രൂപ തന്നെന്ന് പറഞ്ഞാൽ ഇവളെ ഞാൻ നിനക്ക് തരുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. കാരണം ഇവളെ എൻ്റെ പെണ്ണ, എൻ്റെ മാത്രം. എല്ലാം കേട്ട് കലി കയറി നിൽക്കുന്ന വരുൺ ചോദിക്കുന്നുണ്ട്, രണ്ടും കൂടെ എൻ്റെ മുന്നിൽ നാടകം കളിക്കണ്ട. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, ഇത് നാടകമല്ല യാഥാർത്ഥ്യം, നീയാണ് നാടകം കളിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് കൃഷി പറയുന്നുണ്ട്, നീ സൈക്കോ ആണ്, നീ കാശും പൊന്നും ഒക്കെ ആയിട്ട് ഇവളുടെ പിന്നാലെ ചുറ്റിക്കറങ്ങുമല്ലേ, നിന്റെ ഒരു മോഹം നടക്കില്ല. കാരണം നേരത്തെ തന്നെ ഞാൻ എൻ്റെ കൺമണിയെ സ്വന്തമാക്കിയതാ. നീ എങ്ങനെ ഇനി കൺമണിയുടെ പിന്നാലെ നടന്നെന്ന് ഞാൻ അറിഞ്ഞ അപ്പം നിന്റെ കാര്യത്തിൽ തീരുമാനമാക്കും ഞാൻ. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന വരുണാണെങ്കിൽ പറയുന്നുണ്ട്, എല്ലാത്തിനെയും ഞാൻ തീർക്കും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് വരുൺ പോയതിന് ശേഷം കൺമണിയാണെങ്കിൽ കൃഷിൻ്റെ മുന്നിൽ തൊഴുതു നിൽക്കുമായിരിക്കും. ആ സമയത്ത് കൺമണി പറയുന്നുണ്ട്, സാറിന് ഇപ്പോൾ എനിക്ക് പൂർണ്ണമായി വിശ്വാസമായിട്ടുണ്ട് സാർ. ഈ സമയത്ത് കൃഷി പറയുന്നുണ്ട്, കൺമണി ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നത്, തൊഴുതു നിൽക്കുന്നോ, ഇങ്ങനെയൊന്നും ചെയ്യില്ല. ആ വരുണില്ലേ, അവൻ ഇനി ഒരിക്കലും കൺമണിക്ക് ശല്യമില്ല, ഇനി നമ്മൾ ഒരുമിച്ച് കഴിയും. ഇതുപോലെ തന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരോടും ഞാൻ തുറന്നു പറയും. ഈ സമയത്ത് കൺമണി ഒരു ഭീതിയോടുകൂടി കൃഷ്ണനോട് പറയുന്നുണ്ട്, വരുൺ ഇത് എല്ലാവരുടെയും മുന്നിൽ പരസ്യമാക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, പരസ്യമാക്കട്ടെ വരും. ആ സമയത്ത് കൺമണി പറയുന്നുണ്ട്, അയ്യോ അതൊക്കെ വലിയ പ്രശ്നമാവും. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, പ്രശ്നമാവട്ടെ, ജീവിതത്തിന് രസമൊക്കെ വേണ്ടേ. പിന്നെ വൈകുന്നേരം എന്താ പരിപാടി, ഫ്രീ ആണോ, എന്നാൽ നമുക്ക് സോഡ വെള്ളം കാച്ചിയാലോ എന്നിങ്ങനെ കൃഷി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൺമണി ചിരിക്കുന്നുണ്ട്. പിന്നീട് ചെറിയ റൊമാൻസ് ഒക്കെയാണ് അവിടെ കാണിക്കുന്നത്. ഇതെല്ലാം കണ്ട് മനസ്സ് വിങ്ങി പൊട്ടി നമ്മുടെ വരുൺ അവിടെ ചെടിക്ക് പിന്നെ മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.